നമസ്കാരം. നിങ്ങളുടെ ആ പ്രിയ വ്യക്തിയെ മനസ്സിലോർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ 3 കാർഡിൻ്റെ സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് വാൺസ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ കാർഡുകൾ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി എന്നാൽ നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ചില തീവ്രമായ സത്യങ്ങളാണ്. ബോട്ടം കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിങ്ങളോട് തീവ്രമായ പ്രണയവും വൈകാരികമായ അടുപ്പവുമുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും അവരുടെ പ്രണയം തുറന്നു പറയണമെന്നും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്തൊക്കെയോ ചിന്തകൾ അവരെ തൽക്കാലം പിന്നോട്ട് വലിക്കുകയാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡാണ് ഇത്. ഈ കാർഡ് അവരിപ്പോൾ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും സാമ്പത്തികമായോ കരിയർ പരമായോ സ്വയം പ്രാപ്തനാകാനും കഠിനമായി പരിശ്രമിക്കുകയാണ്. നിങ്ങളുമായി ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കണമെങ്കിൽ താൻ ആദ്യം ഒരു നല്ല നിലയിൽ എത്തണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇത് ക്യൂൻ ഓഫ് വാൺസ് കാർഡാണ്. അവരുടെ കണ്ണിൽ നിങ്ങൾ അങ്ങേയറ്റം ആകർഷകത്വമുള്ള, ആത്മവിശ്വാസമുള്ള, പ്രസരിപ്പുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ അവർ ഒരുപാട് ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ശക്തമായ വ്യക്തിത്വം കാണുമ്പോൾ താൻ അതിനൊപ്പം എത്താൻ തക്ക യോഗ്യനാണോ എന്നൊരു ചെറിയ ഭയം അല്ലെങ്കിൽ അപകർഷതാബോധം അവരുടെ ഉള്ളിലുണ്ട്. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡാണ്. ദൈവികമായ സമയത്തിനും വിധിയിലുമുള്ള മാറ്റത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാഹചര്യങ്ങൾ ഇപ്പോൾ അവർക്ക് അനുകൂലമല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എല്ലാം ശരിയായ സമയത്ത് ഒത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് അവർ. ചുരുക്കത്തിൽ നിങ്ങളോടുള്ള പ്രണയം ഉള്ളിലൊതുക്കി താൻ അതിൽ പൂർണ്ണ യോഗ്യനാകാൻ വേണ്ടി നിശബ്ദമായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഈ റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. വിധി അവർക്ക് അനുകൂലമായി മാറുന്ന സമയത്ത് അവർ ഈ സത്യം നിങ്ങളോട് തുറന്നു പറയുക തന്നെ ചെയ്യും. ഇതാണ് കാർഡുകളിലൂടെ യൂണിവേഴ്സ് നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.